ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽ ഇനി മാക്സിമം പോയാൽ 25 തൊട്ട് 50 വർഷം വരെ ഉള്ളൂ. അപ്പോൾ അടുത്ത തലമുറ എങ്ങനെ ജീവിക്കും? സിലിണ്ടറിന്റെ കാര്യത്തിലൊക്കെ ക്ഷാമമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ ഒരു FB പോസ്റ്റ് ഇടുന്നത്. അതിൽ രൂക്ഷമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ചില ഹോട്ടൽ ലോബിയുടെ ഒരു തീരുമാനം വെച്ച് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്കറിയാം. ₹1 2 കൂട്ടുന്നതിലല്ല ചിലർ കട അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗം തന്നെ നിലച്ച പോലെയല്ലേ? 1-2 ദിവസം കൊണ്ട് വേണ്ട മഴ ഒറ്റയടിക്ക് പെയ്തിട്ട് പോകും. ഇത് കാലാവസ്ഥ വ്യതിയാനമാണ്. ഇത് ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കുക്കറിലേക്ക് മാറേണ്ടി വരും. LPG ക്ഷാമം വന്നതോ വില കൂടിയതോ ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെയോ നരേന്ദ്രമോദിയുടെയോ കുഴപ്പം കൊണ്ടല്ല. പതുക്കെ നമ്മളെ തയ്യാറാക്കുകയാണ്. 50 വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഗ്യാസ് ഇല്ല, പെട്രോൾ ഇല്ല, നിങ്ങൾ ഇരുട്ടിയിലേക്ക് പോകും എന്ന് പറയുന്നതിന് പകരം അങ്ങോട്ടുള്ള യാത്ര സ്ലോ ആക്കിക്കൊണ്ട് നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരുകൾ ഇത്തരം കാര്യം ചെയ്യുന്നത്. ഹോർമുസ് കടലൊടുക്കിലൂടെ വരുന്ന ഈ പറയുന്ന ഒരു 20-30% ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ദ സീ അത് പ്രശ്നത്തിലായി. അത് കാരണം പ്രൈസ് കൂടുന്നു, മറ്റത്തിലുള്ള അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രൈസും കൂടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. PR ശിവശങ്കറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. ഇപ്പം LPG സിലിണ്ടറിന്റെ കാര്യത്തിലൊക്കെ ക്ഷാമമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കടകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ ഒരു FB പോസ്റ്റ് ഇടുന്നത്. അതിൽ രൂക്ഷമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ദൈവകാരം? ഇത് എല്ലാ മാധ്യമപ്രവർത്തകരെയല്ല, അതിൽ സത്യാവസ്ഥ പറയാത്ത മാധ്യമപ്രവർത്തകർ. ഇതിലിപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, LPG ക്ഷാമമുണ്ട്. 2, LPGക്ക് വില കൂടി. ഇത് വില കൂടിയത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഭക്ഷണത്തിന്, ഹോട്ടലിലെ ഭക്ഷണത്തിന് വില കൂടുമോ ഇല്ലയോ എന്നതായിരുന്നു എൻ്റെ പ്രശ്നം. ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇവിടെ ഇൻഡസ്ട്രിയൽ സിലിണ്ടർ 19 kg ഉള്ള സിലിണ്ടറിന് വില കൂടിയത് കാരണം വലിയ രീതിയിൽ ഹോട്ടലിൽ വില വർദ്ധിപ്പിക്കേണ്ടി വരും എന്നതായിരുന്നു ഒരു ഹെഡിങ്. അത് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. നോക്കൂ, ഈ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയോ ലോകമൊട്ടാകെയോ നടക്കുന്ന LPG സിലിണ്ടറിൻ്റെ LPG ക്ഷാമം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെയും ഓയിൽ ക്ഷാമം, അത് ഒരു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പോളിസി കൊണ്ടുണ്ടായതല്ല. ഇവിടെ രാജ്യത്തെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ പോളിസി കൊണ്ടുണ്ടായതല്ല. അതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതിന് സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റം പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് തോട്ട്. ഇതെങ്ങനെ ഓവർകം ചെയ്യണം, അതാണല്ലോ ഇനി അടുത്ത പ്രശ്നം. അല്ലാണ്ട് ഇന്ത്യ അല്ലല്ലോ ഇറാനോ ഹോർമുസ് തർക്കലോ ഇഷ്യൂവിന് നമ്മളൊരു കാരണമേ അല്ല, ഒരു കാരണവശാൽ. ഇനിയിപ്പം റഷ്യ യുക്രൈൻ വാറിൽ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് അതിൽ പോലും ഇല്ല. അപ്പോൾ ഇത്തരം പോളിസി മാറ്ററിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? പല രാജ്യങ്ങളും ഓവർകം ചെയ്തത്, ഇപ്പോൾ തൊട്ടടുത്ത നേപ്പാൾ ഹാഫ് ഫിൽഡ് സിലിണ്ടേഴ്സാണ് കൊടുക്കുന്നത്. ചിലത് മറ്റേ EV ടാക്സ് ബ്രേക്ക് കൊടുത്ത പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലത് ടാക്സ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട് അത്തരം സാധനങ്ങൾക്ക്. 4 day വർക്ക് ഇൻ ഫിലിപ്പൈൻസിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പല പോളിസികളാണ് ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോളിസി നമുക്ക് ഉണ്ടാക്കാം, ഇവിടെയും അത്തരം ചെയ്യാം. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അതൊക്കെ വലിയ വിഷയമാണ്. എനിക്ക് ഉത്തരവുണ്ട്, ഞാൻ അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഹോർമുസ് കടലൊടുക്കിലൂടെ വരുന്ന ഈ പറയുന്ന ഒരു 20-30% ഗ്ലോബൽ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ദ സീ അത് പ്രശ്നത്തിലായി. അത് കാരണം പ്രൈസ് കൂടുന്നു, മറ്റത്തിലുള്ള അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രൈസും കൂടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യ പോലുള്ള ഒരു 150 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു ഭരണാധികാരി ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട് ഈ ഇഷ്യൂവിൽ. ഞാൻ ചിന്തിക്കുന്നത്, ഭരണാധികാരി ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് ഇതിൽ എൻവോൺമെൻ്റൽ ഇഷ്യൂ ഉണ്ട്, ഇതിൽ ഹെൽത്ത് ഹസാർഡ്സ് ഇഷ്യൂ ഉണ്ട്, 3 ഇതിൽ എക്കണോമിക്കൽ ഇഷ്യൂ ഉണ്ട്. ഈ 3ആയിട്ട് തന്നെ തരംതിരിക്കണം ഈ വിഷയങ്ങളെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടത് എൻവോൺമെൻ്റൽ ഇഷ്യൂസാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചിന്തിക്കുമ്പോൾ എൻവോൺമെൻ്റൽ ഇഷ്യൂ ബാക്കി എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു ദ്വീപിൽ 10 കെട്ടിടം പണിതാൽ ഉണ്ടാകുന്ന വലിയ എൻവോൺമെൻ്റൽ ഇഷ്യൂവിനെ കുറിച്ചിട്ട് വാചാലരാകുന്ന പ്രതിപക്ഷ നേതാവും പത്രങ്ങളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു വരി പോലും ചിന്തിക്കുന്നില്ല, അല്ലെ ആലോചിക്കുന്നില്ല? നോക്കൂ, കൊച്ചി, നമ്മളെന്തിരിക്കുന്ന ഈ കൊച്ചി അണ്ടർ വാട്ടറാണ്, സീ വാട്ടറിന് താഴെയാണ്. പല സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും പലതും നെക്ക് ടു നെക്കാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എൻവോൺമെൻ്റൽ ഇഷ്യൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻവോൺമെൻ്റൽ ഇഷ്യൂവിന് ഈ പറയുന്ന LPG സിലിണ്ടറുകളുടെ ഫോസിൽ ഫ്യൂൽ
വലിയ കാരണമാകുന്നു. അത് നെറ്റ് സീറോയിലേക്ക് 2070 കൊണ്ടുവരണം, 2040 കൊണ്ടുവരണം എന്നൊക്കെ ധാരാളം എൻവയോൺമെൻറ്റൽസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോസിൽ ഫ്യൂവൽ നിയന്ത്രിച്ചേ പറ്റും. ഒന്ന്, ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഇത്തരത്തിലുള്ള ധാരാളം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഹെൽത്ത് ഇഷ്യൂസ്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് LPG കത്തിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്ത്രീകൾക്കാണ്. കാരണം ഒരു 80% സ്ത്രീകളാണ്. ഇപ്പം ഹോട്ടലിൽ ആണുങ്ങളായിരിക്കാമെങ്കിലും വീടുകളിൽ സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അത്തരത്തിൽ പിന്നെ ഈ പറയുന്ന നൈട്രജൻ ഡയോക്സൈഡ്, അത്തരം കെമിക്കൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഏറ്റവും അനാരോഗ്യകരമായ ഒരു സ്ഥിതി. ഇപ്പം ആസ്മ ഏറ്റവും കൂടുതൽ കൂടുന്നത് ഈ കാലഘട്ടത്തിൽ കൂടിയത് ഇത്തരം ഗ്യാസിൻ്റെ ഉപയോഗം വന്നതിന് ശേഷമാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൾമണറി ഡിസീസസ് ഇതും ഒരു കാരണം. അത്തരം ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികൾക്കും ഇതും ഉണ്ടാകുന്നുണ്ട്. മൂന്ന്, ഇതിൻ്റെ എക്കണോമിക്കൽ ഇഷ്യൂ. ഈ പറയുന്ന 90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, എല്ലാം, ഗ്യാസ് ആയാലും ഇതായാലും. ഇത് എത്ര കോടി രൂപയാണ്, ഏതാണ്ട് $300 ബില്യൺ ഒക്കെയാണ് ചിലവാകുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. 42 ബില്യണാണ് കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് വിചാരിക്കണം. അപ്പോൾ എത്ര ഇരട്ടിയാണ് എന്ന് ഏതാണ്ട് മനസ്സിലാക്കിയാൽ മതി. വിദേശത്തേക്ക് ഒഴുകുകയാണ്. അപ്പം ഒരു ഭരണാധികാരി സുസ്ഥിരത അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സ്ഥിരത വിശ്വസിക്കുന്ന ഭരണാധികാരി ഇതിൻ്റെ ഇമ്പോർട്ട് കുറച്ചേ പറ്റൂ എവിടെയെങ്കിലും. ഇതാണ് മൂന്ന് വിഷയങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂ നമുക്കറിയാം, ഞാനത് കൂടുതൽ തെറിപ്പിക്കുന്നില്ല. അടുത്ത വിഷയം, ഇത് എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ട്. ഇതിൽ ഇപ്പം ഇന്ത്യ മാത്രമല്ല ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂയോർക്കിലെയും അതുപോലെ തന്നെ മറ്റ് അമേരിക്കൻ ഈ പറഞ്ഞ ലോസ് ഏഞ്ചൽസ് അടക്കമുള്ള രാജ്യങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വരുമ്പം LPG ഉപയോഗിക്കാൻ അനുവാദമില്ല. 2025 അവർ സ്ട്രോങ് ആയിട്ട് നിരോധിച്ചു. LPG പാടില്ല, പകരം PNG, പൈപ്ഡ് നാച്ചുറൽ ഗ്യാസോ മറ്റത് ഉപയോഗിക്കണമെന്ന് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നേക്കാണ്. എന്തുകൊണ്ടാണത്? അതെന്ന് വെച്ചാൽ അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ്. അപ്പം നെതർലൻഡ് 2018 വളരെ ശക്തമായി നിയമം കൊണ്ടുവന്നേക്കാണ്. നെതർലൻഡിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല, അവിടെ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂ പ്രശ്നം കാരണം ഐസ്ലൻഡിലൊക്കെ 2018 PNG നിർബന്ധമാണ്, അല്ലെങ്കിൽ സാങ്ഷൻ കൊടുക്കില്ല. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് പറ്റിയത് LPG പറ്റില്ല എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് ചെയ്തേക്കാണ്. അതേപോലെ ഈ പറഞ്ഞ ഇലക്ട്രിക് സ്റ്റൗ, ഇലക്ട്രിക് അത് നിർബന്ധമാക്കിയാണ്. അതിന് ഹൗസ് ഹോൾഡിൽ അവർക്ക് കെമിക്കൽ ഈ ഗ്യാസും വരില്ല, പ്രശ്നം ഉണ്ടാക്കില്ല. അത് കാരണം ഇത്തരത്തിലുള്ള UK ഹാസ് ബിൻ റീസെൻ്റ്ലി കം വിത്ത് ദറ്റ് പുതിയ ഇതിന്, പ്രത്യേകിച്ച് ലണ്ടനിലുമൊക്കെ പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ PNG നിർബന്ധമാണ് എന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഫോസിൽ ഫ്യൂവൽ അത് ഒരു ദീർഘകാലത്തെ പദ്ധതിക്ക് അല്ലെങ്കിൽ ജീവിത നിലവാരത്തിനോ ഒരു ഡെവലപ്ഡ് നേഷന് ഗുണകരമല്ല, നിരോധിക്കേണ്ടതാണെന്ന് തന്നെയാണ്. ഇതിന് പല രീതിയിൽ നമുക്കിതിനെ മാറ്റി നിർത്താം. ഇതിനെ നമുക്കുള്ള വിലക്കൂട്ടിൽ മാറ്റി നിർത്താം, അല്ലെങ്കിൽ നേരത്തെ നേപ്പാൾ പറഞ്ഞാൽ ഹാഫ് സിലിണ്ടർ ആക്കാം, ഏതെങ്കിലും രീതി ചെയ്തേ പറ്റൂ. പക്ഷേ ഇവിടെ വലിയ കുറവില്ല എന്ന് വിശ്വസിക്കണം. ആ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നാച്ചുറൽ ഇതിൻ്റെ പ്രശ്നം കഴിഞ്ഞു, ഹെൽത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു. എക്കണോമിക്കൽ ഇഷ്യൂ നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ വലിയ ഇത് സംബോധിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഭരണാധികാരി ഇതിനെ നേരിടേണ്ടത്? നമ്മൾ വളരെ വ്യക്തമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ നെറ്റ് സീറോ, GNG ഗ്രീൻ ഹൗസ് പ്രൊഡക്റ്റിൻ്റെ കുറയ്ക്കാനായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. 2015 സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ളത് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും നിയന്ത്രിക്കാനും നമ്മളതിന് കാർബൺ ക്രെഡിറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽ ഇനി മാക്സിമം പോയാൽ 25 തൊട്ട് 50 വർഷം വരെ ഉള്ളൂ. ഈ ക്രൂഡ് ഓയിലായാലും ഗ്യാസ് ആയാലും മാക്സിമം ഇന്നത്തെ രീതിയിൽ അടുത്ത തലമുറ, അതായത് ഈ പറയുന്ന ഒരു പോപ്പുലേഷൻ ഒരു അതിക്രമാതീതമായി ഉയർന്നു പോയി കഴിഞ്ഞാൽ 25 വർഷം മാക്സിമം, അല്ലെങ്കിൽ 25 തൊട്ട് 50 വർഷം വരെ മാക്സിമം. അപ്പോൾ അടുത്ത തലമുറ എങ്ങനെ ജീവിക്കും? 50 വയസ്സുള്ള എനിക്ക്, അല്ല 55, 70 വയസ്സുള്ള എനിക്ക് ഒരു പക്ഷേ ജീവിച്ചു പോകാം. നിങ്ങളുടെ തലമുറ എങ്ങനെ ജീവിക്കും? 25 വർഷം കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? നിർത്തി ഒരു സുപ്രഭാതത്തിൽ ഇനി ഇല്ലാട്ടോ ഗ്യാസ് എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ചില സിനിമാടന്മാർ ഞാൻ 70 വയസ്സിൽ നിർത്തി എന്ന് പറഞ്ഞ പോലെ അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ, നിർത്തണില്ല, അവരഭിനയിക്കുന്നുണ്ട്. അതേ വർഷം ഫ്യൂസിൽ ഫ്യൂൽ പറ്റില്ലല്ലോ.
അപ്പോൾ ഈ 50 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 വർഷം ഇന്ന് 20 വയസ്സുള്ളൊരു കുട്ടി 70 വയസ്സാകുമ്പോഴത്തേക്കും ഗ്യാസ് ഇല്ല, ഫ്യൂവൽ ഇല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ബദൽ സംവിധാനം വന്നേ പറ്റൂ. ഇതിനാണ് ശ്രമിക്കുന്നത്. ഇത് ദീർഘദൂര പദ്ധതിയാണ്. ഇത് നാളെ മറ്റന്നാളോ ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ലോങ് ടൈമിൽ ഇത്തരത്തിലുള്ള ഈ ബോത്ത് എൻവോൺമെൻറ്റൽ, എക്കണോമിക്കൽ, ഹെൽത്ത് ഇഷ്യൂ കഴിഞ്ഞാൽ പോലും ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം പറ്റില്ല. നിയന്ത്രിച്ചേ പറ്റൂ. കുറേ നാൾ കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം. എനിക്കത് ഞാനൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഈ അമേരിക്കയിലെ ഇൻഡിജിനസ് പീപ്പിൾ, അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു വിഭാഗം, അവരുടെ പോളിസി, അവരെക്കുറിച്ച് നമ്മൾ പൊതുവേ പറയുന്നത്, ഇപ്പോഴും സൈക്കിളിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ സൊസൈറ്റിയിൽ? അങ്ങനത്തെ ഒരു സൊസൈറ്റിയെക്കുറിച്ച് കേട്ടുവാനായിരിക്കും. ഡെവലപ്ഡ് അല്ല സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരവരുടെ സൊസൈറ്റിയിലേക്ക് ഒരു പോളിസി എടുക്കുന്നത് 7 തലമുറയ്ക്കപ്പുറം ഈ പോളിസിയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ആ സൊസൈറ്റിയിലെ ആ ജനതയ്ക്ക് ഉണ്ടാകുമോ, ആ കാലഘട്ടത്തിലെ ജനതയ്ക്ക് ഉണ്ടാകുമോ എന്നുകൂടി പഠിച്ചിട്ടാണ് ഒരു പോളിസി അവരെടുക്കുന്നത്, ഒരു പുതിയ ശാസ്ത്രീയ തീരുമാനം അവരെടുക്കുന്നത്. അത്രയൊന്നും വേണ്ട, പക്ഷേ ഇത് അടുത്ത തലമുറയ്ക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് കൂടി ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കണ്ടേ? സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പോളിസി, ആസ് എ പോളിസി ഫോസിൽ ഫ്യൂവൽ നിയന്ത്രിച്ചേ പറ്റൂ. അതിനാണ് നമ്മൾ ഇപ്പം ന്യൂക്ലിയർ റിയാക്ടർ, അതേപോലെ സെമി ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ചെറിയ ചെറിയ മൈക്രോ റിയാക്ടേഴ്സ്, ഇനിയിപ്പോൾ ചിലപ്പോൾ വീടിൻ്റെ മുകളിലായിരിക്കും ന്യൂക്ലിയർ റിയാക്ടർ കുറച്ച് കാലം കഴിഞ്ഞ് വരാൻ പോണത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ ക്രിയേറ്റഡ് ദ PNG, പൈപ്പ് നാച്ചുറൽ ഗ്യാസ്, അതിന് ധാരാളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കി ബഡ്ജറ്റ് പഠിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളായി റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റിന്, മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് MNRE, ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഏതാണ്ട് 25% ബഡ്ജറ്റ് തുക അധികം കൊടുക്കുന്നത്. മറ്റ് പല ഇതിനേക്കാളും കൂടുതൽ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഹാസ് ബീൻ സ്പെൻഡിങ് മോർ മണി. അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട്, ഇപ്പം നമുക്കറിയാം കോടമ്പാകത്ത് വി ആർ ക്രിയേറ്റിംഗ് മോർ എനർജി, ഇറ്റ്സ് ലുക്ക് ലൈക്ക് അക്ഷയപാത്രം, വി ആർ ക്രിയേറ്റിംഗ് പല സ്റ്റേറ്റുകളും സർപ്ലസ് എനർജിയാണ്. ഇപ്പം സോളർ എനർജിയുടെ കാര്യത്തിൽ രാജസ്ഥാൻ became 3 ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. വി ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. സോ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിന്യൂവബിൾ എനർജി നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ അർബൻ ഏരിയാസ് വി ഷുഡ് ഷിഫ്റ്റ് ടുവേർഡ്സ് ടു ഇലക്ട്രിക്കൽ സ്റ്റൗ ആൻഡ് ലൈക്ക് ദാറ്റ്. ഐ മീൻ അങ്ങനത്തെ കാര്യത്തിലേക്ക് പോകണം എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചവർ, ഗവൺമെൻറ് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ചിന്തിക്കുന്നത്. 2, റൂറൽ ഏരിയയിൽ ഇത് പ്രാക്ടിക്കലി ചിലപ്പോൾ നടക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. അവിടെ നമ്മൾ ബയോഗ്യാസിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വി ആർ ഗിവിങ് സബ്സിഡി, ലോട്ട് ഓഫ് സബ്സിഡി ടു ദറ്റ് ബയോഗ്യാസ്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. വേസ്റ്റ് ടു എനർജി, ഇറ്റ് വിൽ ബിക്കം എ ക്ലീൻ എനർജി, റിന്യൂവബിൾ എനർജിയാണ്, സമൂഹവും ക്ലീൻ ആവും. Then again the PM Ghar Yojana, you know that there's 1,000 crores has been actually spending for the PM Ghar Yojana. അപ്പോൾ ഇത്തരത്തിൽ ഓൾട്ടർനേറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ രീതിയിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ഭാവിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, പല കടകളും അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കടകൾ അടച്ചിട്ടു, സാധനങ്ങൾക്ക് വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇപ്പോൾ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളതല്ലേ? അവിടെയാണ് എൻ്റെ ഈ പോസ്റ്റ് വന്നത്. സത്യത്തിൽ ഇത്രയും ഡീറ്റെയിൽ എഴുതാൻ എനിക്ക് ആ പോസ്റ്റിൽ പറ്റിയില്ല. നോക്കൂ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തത് നമുക്ക് 0.5 gram ഗ്യാസാണ് വേണ്ടത്. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.5 ഗ്രാമിന് ഒരു മറ്റേ ഉണ്ടാക്കണതിൻ്റെ ഒരു 20 to 30% കൂടുതൽ പ്രൈസ് വന്നേക്കാം മാക്സിമം. ഒരു ചായ ഉണ്ടാക്കാൻ അത്രേ വരുള്ളൂ. ഒരു ചായ എല്ലാം ഉണ്ടാക്കണേ, ഒരുമിച്ച് ഒരു ഉണ്ടാക്കുമ്പോൾ അത്ര പോലും വരില്ല, അത് വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് 20% എന്ന് കഴിഞ്ഞാൽ 15 രൂപയുടെ ചായക്ക് എത്ര രൂപ കൂട്ടാം? 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കൂട്ടാം. നിങ്ങൾ 2 രൂപ 3 രൂപ കൊടുത്തോളൂ. പക്ഷേ അത് നിങ്ങൾ 15 രൂപയുടെ ചായക്ക് ഗ്യാസിന് വില കൂടി 1 രൂപ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കുടിക്കാണ്ടിരിക്കുമോ? എനിക്കില്ല. ഇനി 35 രൂപ മേടിക്കണ ചായക്കടയ്ക്ക് 1 രൂപ കൂട്ടണ്ട. ഇറ്റ്സ് ഓൾറെഡി ദയർ ഇൻ ദ ഹയർ ലിമിറ്റ് അല്ലേ? ചിക്കൻ്റെ വില കുറഞ്ഞിട്ട് എവിടെയെങ്കിലും ചിക്കൻ കറിക്ക് വില കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉരുളക്കിഴങ്ങിനും ഉള്ളിക്കും വില കൂടിയ സവാള റിലേറ്റഡ് ഫുഡ് എപ്പോഴെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു കുറവ്. അപ്പോൾ ഇതിൽ സാധാരണ ചായക്കടക്കാരൻ 10 രൂപ മേടിക്കുന്നു. ഓഫ് കോഴ്സ് ഹി ഹാസ് ടു ഇൻക്രീസ് ദ പ്രൈസ്. എനിക്ക് അതിനകത്ത് ഒരു തെറ്റും കാണാനില്ല. അത് കൂട്ടണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷേ അതുകൊണ്ട് 5 രൂപ കൂട്ടണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. പല വില കുറവും പല കാര്യത്തിലും നടന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം AC GST കുറഞ്ഞപ്പോൾ പലതും കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഹോട്ടലിലെ വില കുറഞ്ഞില്ല?
ഇപ്പോൾ എനിക്ക് തോന്നുന്നു എയർ കണ്ടീഷൻ ഇതിന് അഡീഷണൽ ടാക്സ് ഇല്ല. പക്ഷേ ഏതെങ്കിലും എയർ കണ്ടീഷനിൽ കുറഞ്ഞോ? ഞാൻ വേണമെങ്കിൽ പേരെടുത്ത് കാണിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ. അപ്പോൾ അതൊന്നും ഈ എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ട്വിറ്ററിൻ്റെയും പുറകിൽ വന്ന് എന്നെ ആക്രമിക്കുന്നവർ അത് കാണുന്നില്ല. ഇത് ചില ഹോട്ടൽ ലോബിയുടെ ഒരു തീരുമാനം വെച്ച് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്കറിയാം. പക്ഷേ അത് ഒരു കൺസ്യൂമർ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ, നമ്മളെ കുടുംബത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇവിടെ വില കൂടുന്ന സാധനങ്ങൾ ഇപ്പം ലൈക്ക് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് എത്ര കൂടി, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈവറ്റ് ഇതും ആയാലും അതുപോലെ തന്നെ വിദേശത്തെ ആലോചിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് 400-500% കൂടിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ. അത് നിയന്ത്രിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് ഒന്നും ചോദ്യം ചെയ്യാതെ 1 രൂപയോ 2 രൂപയോ ഗ്യാസിൻ്റെ വില കൂടിയതിനെക്കുറിച്ച് മാത്രമാണ്. അത് കൂട്ടേണ്ടതാണ്, സംശയമില്ല, അത് നിരാകരിക്കേണ്ട. പക്ഷേ ലോങ് ടൈമിൽ നമുക്കിത് ഗുണകരമായിട്ട് വരും. അടുത്ത തലമുറയുടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഒരു തലമുറയുടെ അല്ല, ഈ പ്ലാനറ്റിൻ്റെ നിലനിൽപ്പും കൂടി നമ്മൾ ആലോചിക്കണം. ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഈസ് ഗോയിങ് ടു ബി സച്ച് എ ഹൈ ഇഷ്യൂ, പ്രത്യേകിച്ച് കേരളത്തിൽ, എറണാകുളത്ത്. ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ 1 രൂപ 2 രൂപ കൂട്ടുന്നതിലല്ല, ചിലർ കട അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗം തന്നെ നിലച്ച പോലെയല്ലേ? യെസ്, ദാറ്റ്സ് എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. അവിടെയും എൻ്റെ ഒരു അഭിപ്രായമാണ്, ചിലപ്പോൾ പൂർണ്ണമായിട്ട് പ്രാക്ടിക്കലാവണമെന്നില്ല. കട അടച്ചത് ഷോർട്ടേജ് കൊണ്ടാണ്, അല്ലാണ്ട് അത് വില കൂടിയത് കൊണ്ട് മാത്രമല്ല. അതേപോലെ ചിലവരെയൊക്കെ അടച്ചിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ അടയ്ക്കാത്ത കടകളുണ്ടല്ലോ, അതുകൊണ്ട് ഇല്ലേ? ഞാൻ ഉദാഹരണം പറയാം, ഞാൻ പേര് പറയുന്നില്ല. ഒരു കട, അവിടെ ദോശയില്ല, പക്ഷേ ഇഡ്ഡലി ഉണ്ട്, റൈസ് ഉണ്ട്, ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ റൈസും ഊണും ഒക്കെ ഉണ്ട്. പക്ഷേ ദോശ ഉണ്ടാവില്ല, കാരണം പൊറോട്ടയില്ല. കാരണം അതിന് തട്ട് വേണം, ദോശ തട്ട് വേണം, പൊറോട്ട തട്ട് വേണം, ഗ്യാസ് വേണം. പക്ഷേ വെൻ ദേ ഷിഫ്റ്റഡ് ടു ദ ഇലക്ട്രിക് കുക്കർ, വട്ടിക്കോൾ ദറ്റ് ഈ പറയുന്ന നീരാവി ഉണ്ട്, ഐ മീൻ എന്തൊരു സംഭവം, അത്തരം സാധനം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഈ പറയുന്ന എന്താ പറയുക, അതിൻ്റെ വാട്ടർ വേപ്പർ കൊണ്ട്, എനിക്കെന്താ മനസ്സിലായില്ല, ആവി കയറ്റിയിട്ട് അവർ ചോറുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഹോട്ടൽ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിഷമവും ഇതുകൊണ്ടാണ്. ഇപ്പം ഇത് സാധാരണക്കാരൻ മാത്രമല്ല, ദ ഫേമസ് കമ്പനി ലൈക്ക് കൊഡാക് ഹാസ് ബീൻ സ്റ്റോപ്ഡ്. അവർ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറാത്തതുകൊണ്ട് ദേ ഹാവ് ദ ബിഗസ്റ്റ് കമ്പനി ഹാസ് ബീൻ ഡോപ്ഡ്. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം, പ്രശസ്തനായ ഒരു സിനിമാ നടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പ്രൊഡക്ഷനിലേക്ക് കടന്നപ്പോഴാണ് കളറിലേക്ക് സിനിമ മാറിപ്പോയത്. ഹീ ലോസ്റ്റ് ക്രോസ് ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ ടെക്നോളജി മാറുമ്പോൾ നമ്മൾ കൂടെ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷൻ റോങ് ആയിട്ട് എടുത്താൽ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് DTP സെൻറ്റർ തുടങ്ങി, അല്ല മറ്റേ ഈ പണ്ട് നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞൂടാ, ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഈ ടൈപ്പ് സെറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ടൈപ്പ് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്തിരുന്നത്. ആൻഡ് വിതിൻ ഇയേഴ്സ് DTP ഒന്നും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പ്രിൻ്റ് ഔട്ട്. പല ഡിസൈൻ, പല ഫോണ്ടുകൾ, ഈവൻ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയ ഫോട്ടോ ടൈപ്പ് സെറ്റിംഗ് സാധനം പൊളിഞ്ഞു പോയി. സോ ടെക്നോളജി ഹാവ് ബീൻ ഷിഫ്റ്റഡ്. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടെക്നോളജി ഷിഫ്റ്റ് ചെയ്യണം മനസ്സിലാക്കിയില്ലെങ്കിൽ ഹോട്ടലുകാർ അബദ്ധത്തിലാവും. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. രാഷ്ട്രീയക്കാരനുസരിച്ച് നിൽക്കണം. അത് കുറച്ചും കൂടി അതിനെ ഒരു എന്താ ഈ ആധുനിക ഒരു ട്രെൻഡ് ആവണമെന്നില്ല. ടെക്നോളജി മാറിയാൽ നമ്മൾ അതിനറിച്ച് മാറിയില്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. അത് കാരണം ഹോട്ടലുകാർ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ക്രമീകരണങ്ങളിലേക്ക് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹവും ആവശ്യവും. അതാണ് സംസ്ഥാനത്തെ ഭരണകൂടവും ജനങ്ങളും പഠിപ്പിക്കേണ്ടതും. അതല്ലാതെ ഞാൻ ഗ്യാസിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, PNG ഉപയോഗിക്കില്ല, ഇലക്ട്രിക് സ്റ്റവ് ഉപയോഗിക്കില്ല, ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം വീടുകളിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നതിൻ്റെ ദിവസം കൂടിയിട്ടുണ്ട്. ദിവസം കൂടിയത് കൊണ്ട് തന്നെ പഴയതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കുറച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഡെയിലി വെക്കേണ്ട ഓരോ കാര്യമാണ്. അവർ സിലിണ്ടറിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീടുകളിൽ ഇതൊരു ബുദ്ധിമുട്ടായി വരുന്നില്ലേ ഈ ഡെയിലി കൂട്ടിയത്? ബുദ്ധിമുട്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാൻ അഗെയിൻ അവിടെ ഈ പറഞ്ഞ ടെക്നോളജി ചേഞ്ച് പോലെ നമ്മളൊരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്
മറ്റേ എന്താ പ്ലേറ്റ് സാധനത്തിന് അതിനകത്തേക്ക് മാറണം, അല്ലെങ്കിൽ ഇലക്ട്രിക് വെള്ളം തിളപ്പിക്കാൻ മുഴുവൻ നമ്മൾ ഇലക്ട്രിക്കൽ കിച്ചണിലേക്ക് മാറണം. ഇത്തരത്തിലുള്ള ഒരു അടിയന്തരമായ അവസ്ഥയിലേക്ക് മിനിമം കേരളത്തിലെ എറണാകുളത്തെ ആൾക്കാരെങ്കിലും മാറണം. കാരണം ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കൂ, ഉഷ്ണവും അതിശൈത്യവും അല്ലെങ്കിൽ മഴ ആണ് ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കേരളത്തിൽ നമുക്ക് വയനാട് മാത്രമോ അല്ലെങ്കിൽ കുട്ടനാട് മാത്രമോ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമല്ല. ഈ ചൂട് ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്ത വെള്ളം മുഴുവൻ ഇനി ഉറപ്പായിട്ടും തിരിച്ച് മഴയായിട്ട് വരും. ഇത് അതിശൈത്യവും അതിമഴയായിരിക്കും. അതിരൂക്ഷമായ മഴ 1-2 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് വേണ്ട മഴ ഒറ്റയടിക്ക് പെയ്തിട്ട് പോകും. ഇത് കാലാവസ്ഥ വ്യതിയാനമാണ്. ഇത് ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കുക്കറിലേക്ക് മാറേണ്ടി വരും. അതല്ലാതെ എന്നെ ഒന്ന് ചീത്ത പറഞ്ഞിട്ട് പോളിസി ചെയ്തുകൊണ്ട് കാര്യമില്ല. വി ഹാവ് ടു ബി വെരി ക്ലിയർ. അതല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഈ വേലിയേറ്റവും ഇപ്പോൾ കടൽക്ഷോഭവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മഴ അതിനെന്ത് മഴ, വെള്ളപ്പൊക്കത്തിനനുസൃതമായ മഴ, അത്തരം വലിയ മഴകളിലേക്കൊക്കെ നമ്മൾ ഒരുപക്ഷെ പോകേണ്ടി വരും. അത് ഒഴിവാക്കണം എന്നും കൂടിയാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഗ്യാസ് നിർത്തിയാൽ ഒരു കുഴപ്പമില്ലെന്നല്ല. പക്ഷേ അടുത്ത തലമുറ ആലോചിക്കുമ്പോൾ ഇത് തീർച്ചയായും ഈ നമ്മളുടെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം അല്ലെങ്കിൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം, അത് അടുത്ത തലമുറയെ ആലോചിക്കുമ്പോൾ ഒട്ടും നല്ലതല്ല. അടുത്ത തലമുറയ്ക്ക് വീട് മാത്രം പോരല്ലോ, നിങ്ങളുണ്ടാക്കിയ വലിയ സൗധങ്ങളിൽ അവർ പട്ടിണി കിടന്ന് മരിക്കരുതല്ലോ. അവർക്ക് കൂടി ഉള്ള ഒരു ചിന്തയാണ് ഇത്തരം എൻ്റെ ഈ ചെറിയ ലേഖനമല്ല, എൻ്റെ ഈ കുറിപ്പിൻ്റെ ആധാരം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ LPG ക്ഷാമം വന്നതോ വില കൂടിയതോ ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെയോ നരേന്ദ്രമോദിയുടെയോ കുഴപ്പം കൊണ്ടല്ല. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ ഡൊമസ്റ്റിക് പോളിസി ഇഷ്യൂ. പക്ഷേ പതുക്കെ നമ്മളെ തയ്യാറാക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ 50 വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഗ്യാസ് ഇല്ല, പെട്രോൾ ഇല്ല, നിങ്ങൾ ഇരുട്ടിയിലേക്ക് പോകും എന്ന് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഹൈഡ്രോ പ്രോജക്റ്റിലൂടെ, ന്യൂ എനർജി പോളിസിയിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഒരു മാരത്തോൺ പോലെ നമ്മൾ വീഴാൻ പോകുന്ന വലിയ കുഴിയുടെ ആഴം കുറയ്ക്കുവാനോ അങ്ങോട്ടുള്ള യാത്ര സ്ലോ ആക്കിക്കൊണ്ട് നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരുകൾ ഇത്തരം കാര്യം ചെയ്യുന്നത്. അത് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ ഇന്ത്യയുടെ സർക്കാർ മാത്രമല്ല, മറ്റ് രാജ്യത്തെ പല USA-യും UK-യും ഡെൻമാർക്കും നേപ്പാളും അടക്കമുള്ള രാജ്യങ്ങൾ അതിനുള്ള ഓരോരോ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇപ്പോൾ നേപ്പാളിന് വേറെ നമ്മൾ 100% ഇന്ത്യയാണ് ഉപയോഗിക്കുന്നവരല്ലേ എനർജിക്ക് വേണ്ടിയിട്ട്. അവിടെ ന്യൂക്ലിയർ പ്ലാന്റ് പറ്റില്ല, അവിടെ അതേപോലെ മറ്റേ സോളാർ പറ്റില്ല, കാരണം കൂടുതൽ തണുപ്പാണ്. അപ്പോൾ ദേ ഹാവ് ടു റെഡ്യൂസ് സം അതർ തിങ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് നരേന്ദ്രമോദിയും BJP-യാണ് കുറ്റക്കാരെന്ന് പറയരുത്. അത് നെഹ്റു ആയാലും EMS ആയാലും ഇതേ ചെയ്തേ പറ്റൂ, ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പോൾ കടയടച്ചിട്ടൊന്നും കാര്യമില്ല, മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെ അത്രേ ഉള്ളൂ. തിങ്ക് അവിടുത്തെ ലോങ് ടൈം പോളിസി, മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ശ്രമിക്കുക. കാരണം ഗ്യാസ് അല്ലെങ്കിൽ ഇപ്പോൾ PNG വരുന്നുണ്ടല്ലോ, വി ഹാവ് ടു ഷിഫ്റ്റ് ടു ദ PNG, അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കറിലേക്കോ ഇതിലേക്കോ മാറുക. ഭാവിയിൽ എന്തായാലും മാറേണ്ടി വരും. അടുത്ത തലമുറയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കരുതുക എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി.